ഷപ്ന, ഈ കേസിൽ ഞാനൊരു ഡൗട്ട് ചോദിക്കണം. ഇപ്പം ഈ 1 മുതൽ 6 പ്രതികൾ പ്രവർത്തിച്ചു, അവർക്കെതിരെ ഇപ്പോൾ കുറ്റക്കാരെന്ന് കണ്ടെത്തി അവർക്കുള്ള ശിക്ഷയും വന്നു. 20 വർഷം വരെ എല്ലാ പ്രതികൾക്കും തടവ് ശിക്ഷ വന്നിരിക്കുന്നു. ഇപ്പോൾ ഈ കൃത്യം നിർവഹിച്ചതിനപ്പുറം ഈ കൊട്ടേഷൻ തെളിയിക്കപ്പെട്ടിട്ട്, അപ്പം ഈ വിഷയത്തിൽ ഈ വിചാരണ കോടതി വിധി വന്ന ഈ ഒരു സാഹചര്യത്തിൽ ഒരു റീ ഇൻവെസ്റ്റിഗേഷനൊക്കെ ഉള്ള ഒരു സാധ്യതയുണ്ടോ ഷപ്ന? ഇത് വിധിപ്പകർപ്പ് പരിശോധിച്ച ശേഷം ഏതായാലും അപ്പീൽ സമർപ്പിക്കാനാണ് ഹൈക്കോടതിയിൽ അപ്പീൽ സമർപ്പിക്കാനാണ് സർക്കാരിൻ്റെ തീരുമാനം. ഈ വിധിപ്പകർപ്പ് പരിശോധിക്കുമ്പോൾ നിയമവൃത്തങ്ങൾ, സർക്കാരിൻ്റെ തലത്തിലുള്ള അഭിഭാഷകർ ഉൾപ്പെടെ വിധിപ്പകർപ്പ് പരിശോധിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ഒരു നിയമ സാധ്യത അതിനുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ സേതു ചോദിച്ചതുപോലെ എന്തിന് പൾസർ സുനി ഈ കൊട്ടേഷൻ നടത്തി, അല്ലെങ്കിൽ ഇത്തരം ഒരു പൈശാചിക കുറ്റകൃത്യം പൾസർ സുനി അടക്കമുള്ള ഈ 6 പ്രതികൾ എന്തിനു വേണ്ടി നടത്തി എന്ന ചോദ്യചിഹ്നം ഇപ്പോഴും നമുക്ക് മുന്നിലുണ്ട്. ഒരു പക്ഷേ ഇതിന് വിധി വരുമ്പോൾ അത് ഏറെക്കുറെ വ്യക്തമാകാൻ സാധ്യതയുണ്ട്. എന്തിനു നടത്തി എന്നത് കോടതി കണ്ടെത്തിയിട്ടുള്ള, അല്ലെങ്കിൽ പോലീസ് അന്വേഷണത്തിൽ കോടതിക്ക് മുന്നിൽ സമർപ്പിച്ചിട്ടുള്ള തെളിവുകൾ പ്രകാരം ഈ കൊട്ടേഷൻ എന്തിനായിരുന്നു എന്നത് സംബന്ധിച്ചുള്ള ഒരു കോടതിയുടെ നിഗമനം നമുക്ക് ഒരു പക്ഷേ ഈ വിധി പ്രസ്താവം വായിക്കുമ്പോൾ മനസ്സിലാകും. എന്നാൽ ഈ നിയമവൃത്തങ്ങളെ സംബന്ധിച്ച് ഇതിൽ വിശദമായി പരിശോധിക്കുമ്പോൾ അത് കൃത്യമായ ഒരു തെളിവുകളിലേക്ക്, അല്ലെങ്കിൽ ഇതിൽ ഒരു കൃത്യമായ ഒരു ഉത്തരത്തിലേക്ക് എത്തിയില്ലെങ്കിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമപ്രശ്നങ്ങൾ കൂടുതൽ കോംപ്ലിക്കേഷനിലേക്ക് എത്തുക. 8ാം പ്രതിയായിരുന്ന ദിലീപിനെ കോടതി വെറുതെ വിട്ട സാഹചര്യം എന്താണ് എന്നത് പരിശോധിക്കുക എന്നതായിരിക്കും നിയമവൃത്തങ്ങളിൽ ആദ്യം നടക്കുക, അല്ലെങ്കിൽ സർക്കാർ തലങ്ങളിൽ ആദ്യം നടക്കുക. ഏതായാലും ഈ പ്രതിയെ വെറുതെ വിട്ടതിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുകയും അതിൽ അപ്പീൽ വാദം നടക്കുകയും ചെയ്യും എന്നതിൽ സംശയമില്ല. അതോടൊപ്പം തന്നെയാണ് ദിലീപ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറു കേസുകൾ, അത് അത്തരത്തിൽ മൂവ് ചെയ്യും, ആ രീതിയിലൊക്കെ പോകും. പക്ഷേ സർക്കാർ നൽകുന്ന ഈ അപ്പീലിൽ കൂടുതൽ ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ ഹാജരാക്കാൻ സാധിക്കുമോ? പക്ഷേ ഈ ഗൂഢാലോചന കേസ്, അത് ഇപ്പോൾ ഈ പ്രോസിക്യൂഷൻ ഉന്നയിച്ചതുപോലുള്ള ഒരു കേസായിരുന്നെങ്കിൽ പോലും ഗൂഢാലോചന എന്ന് പറയുന്നത് തെളിയിക്കാൻ രാജ്യത്ത് തന്നെ അത്തരത്തിൽ അപൂർവമായി മാത്രമേ ഗൂഢാലോചന തെളിയിക്കാൻ സാധിച്ചിട്ടുള്ളൂ. 2 പേർ തമ്മിൽ സംസാരിക്കുന്ന ഒരു കാര്യം ആ രീതിയിൽ തെളിയിക്കൽ പ്രോസിക്യൂഷനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഗൂഢാലോചനയ്ക്ക് ഇനിയൊരു തെളിവുണ്ടാക്കൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തുടരന്വേഷണം നടത്തി ഇനിയൊരു തെളിവ്, അത്തരം ഒരു സാധ്യതയിലേക്ക്, അല്ലെങ്കിൽ അത്തരം ഒരു ആവശ്യത്തിലേക്ക് സർക്കാർ കടക്കാനും സാധ്യത കുറവാണ്.